ഇന്ന് ഈ വെള്ളിയാഴ്ച പുലരിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? ഇന്നലെ ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട ആവണി മോളെന്ന് പറഞ്ഞ പൊന്നുമോളുടെ വീഡിയോ, ജീവിതകാലം മുഴുവനും വീൽ ചെയറിൽ കഴിച്ചു കൂട്ടിയ ആ മോളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ചപ്പം നിത്യവേദനം കൊണ്ട് ജീവിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ വേദനത്തിൻ്റെ ഒരു ഭാഗം തന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധമായപ്പോൾ 15 മണിക്കൂർ കൊണ്ട്, കേവലം 15 മണിക്കൂർ കൊണ്ട് അൽഹംദുലില്ലാ ഏകദേശം 13 ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ചു. ജാതിമത ഭേദമന്യേ ഉദ്യമനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും പടച്ച തമ്പുരാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ രാവിലെ സോഷ്യൽ മീഡിയ തുറന്നപ്പം നമ്മുടെ കാളിച്ചേട്ടൻ എന്തോ ഒരു വയറിളക്കം. പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ഏതെങ്കിലും ഹിന്ദുക്കൾക്ക് സഹായം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കുട്ടിപ്പാടി അതിന്റെ ആ ഒരു ഫലം കളയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മളാരും കുട്ടിപ്പാടിയിട്ടില്ല ഏട്ടാ. കുട്ടിപ്പാടിയാ? പ്രേമേട്ടൻ പുന്നാടാണ് പറഞ്ഞത്. പ്രേമേട്ടൻ പുന്നാടിൻ്റെ കണ്ടന്റ് കാളിച്ചേട്ടന് മനസ്സിലായില്ല. പ്രേമേട്ടൻ പുന്നാട് പറഞ്ഞത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹിന്ദു മുസ്ലിം ഉണരുന്ന് പറയുന്ന ആളുകൾ ആരും ഒരു മനുഷ്യൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് സംഘടിക്കുന്നില്ല? സംഘടിക്കൂ, മുസ്ലിം വരുന്നു, ക്രിസ്ത്യാനി വരുന്നു എന്ന് പറയുന്ന ഈ നാട്ടിലെ സംഘപരിവാറുകാരനോടുള്ള ചോദ്യമാണ് പ്രേമട്ടം പുന്നാടിനത്. അതിങ്ങനെ കൂട്ടി മാറ്റിയിട്ട് ഞങ്ങൾ ഹിന്ദുക്കൾ ഒരിക്കലും ഈ നാട്ടിലെ ഹിന്ദു ദാനശീലനല്ല, ധർമ്മിഷ്ഠനല്ല, അവൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, അങ്ങനത്തെ ഒരു ഭാഷയും ഈ നാട്ടിലെ മുസൽമാനോ ക്രിസ്ത്യാനോ ഉപയോഗിക്കത്തില്ല. എന്തുകൊണ്ട്? ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളെയൊക്കെ നമുക്കറിയാം. ഇന്നലെ ആവണിമോളുടെ വീഡിയോ പങ്കുവച്ചപ്പം നേരിട്ട് എന്നെ വിളിച്ചിട്ട് 10 ചാക്ക് സിമൻറ്റ് ഞാൻ കൊടുക്കാം, 100 ചാക്ക് സിമൻറ്റ് ഞാൻ കൊടുക്കാം, കട്ടയുടെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട പലരുമാണ്. എൻ്റെ ഫോണിൽ ആ മെസ്സേജുകളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളാരും അങ്ങനെ പറയില്ല. പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് വേദന അനുഭവിച്ച ചില മനുഷ്യരത് പറയും. കാരണം ഈ നാട്ടിൽ വിദ്വേഷം പറഞ്ഞു നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാട്ടുകാർക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. അവനെ സംബന്ധിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറ്റ വർത്താനേ പറയത്തുള്ളൂ. അങ്ങനെ ചില നിർഗുണന്മാരായ ആളുകളെ കുറിച്ച് ഇവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവര് സഹായിക്കുക. ഞാൻ ഹിന്ദുസൊന്നും ഒരു ഞാൻ പറയും അതിൽ കൂടെ വിശ്വാസത്തിന്റെ സഹായം ചെയ്തില്ല. അവരെയൊക്കെ പറഞ്ഞ് എനിക്ക് നോക്കും. പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി എന്റെ സക്രിയ ബസാർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഈ സമീപ പ്രദേശമാണ്. നേർച്ച വഞ്ചിയിലെ പൈസ അടക്കം പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇത് മുസൽമാന്റെ മാത്രം പ്രത്യേകതയല്ല. നീ ക്രിസ്ത്യാനിയും ചെയ്യും ഹിന്ദു ചെയ്യുമെന്ന് ആരാ പറഞ്ഞ് ചെയ്യത്തില്ലെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞോ? ഏത് വീഡിയോയിലാണ് പറഞ്ഞത്? ഈ നാട്ടിലെ ഹിന്ദു നിർഗുണനാണെന്ന് ആരാ പറഞ്ഞത്? സംഘികളെ പറഞ്ഞിട്ടുണ്ടാവാം, സംഘപരിവാറുകാരെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായിക്കാൻ ഒരു മനുഷ്യന് സമയം വേണ്ടേ? കാരണം അവൻ രാവിലെ മൂലം വൈകുന്നേരം നോക്കണം അതേ വരുന്നടാ മുസ്ലിം വരുന്നടാ, ക്രിസ്ത്യാനി വരുന്നടാ, നോക്കടാ, പിടിച്ചിറക്കാൻ പോകണടാ. ഇങ്ങനെ പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ഇവനിക്ക് എവിടുന്നാണ് പണിക്ക് പോകാൻ സമയം കിട്ടുക? എന്നിട്ട് ഇവൻ പറയുന്നത് എന്താണെന്നറിയോ? ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവര് എന്ത് ഗതി പിടിക്കണമെങ്കിൽ പണിക്ക് പോടാ. എടാ പണിക്ക് പോയ ഗതി പിടിക്കൂടാ. പണിക്ക് പോന്നീ രാവിലെ. ഇങ്ങനെ നടക്കുന്നവർക്ക് എവിടുന്നാണ് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുക? ഈ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ബാക്കി വന്ന പൈസക്ക് ഒരു മുസൽമാന്റെ വീട് ജപ്തിയായപ്പോൾ ആ ജപ്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആ ക്ഷേത്ര കമ്മിറ്റി പിരിച്ചതിന്റെ ബാക്കി പൈസ ആ മുസൽമാന് കൊടുത്ത നാടായത്. എൻ്റെ എത്രയോ വീഡിയോയിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ, ബാക്കി കാളിച്ചേട്ടൻ പറയുന്നത് കേൾക്കാം. തമാശ പറയണല്ല, നിങ്ങൾ പറഞ്ഞു വെക്കുന്ന എന്താന്ന് വെച്ചാല് നിങ്ങൾ വലിയ ദാനശീലരും മറ്റുള്ളവരൊന്നും ഒന്നും കൊടുക്കാത്തവരാണെന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ആളുകൾക്കൊരു സ്വഭാവമാണ്, ഞങ്ങളുടെ ഹിന്ദു കൂട്ടത്തിലെ ആളുകൾക്കുള്ള കുഴപ്പമാണ്. ഉത്തരം നിങ്ങൾ തന്നെ പറയാം. ആരോഗ്യമായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ചിലപ്പോൾ സഹായിക്കൂല. അവർക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുമ്പോഴാണ് അവരത് ആലോചിക്കുക. അവർക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുമ്പോ ഇതേമാതിരി മറ്റുള്ളവരുടെ സഹായം ചോദിച്ചാൽ കിട്ടില്ല. അപ്പോഴാണ് ഇവർക്ക് വെപ്രാളം വരിക. അതുവരെ ആരോഗ്യത്തോടെ കഴിയുമ്പോൾ ഒരാൾക്ക് സഹായം ചോദിക്കാൻ ചെല്ലുമ്പോൾ കൊടുക്കാതെ മാറി നിന്ന് ഞാൻ നിൽക്കും. എന്ത്, ഒരു 50 രൂപ 100 രൂപ കൊടുത്താൽ മതി. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ 10 പൈസ കൊടുക്കില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? പള്ളി കമ്മിറ്റിക്കും അവിടേക്ക് ഇവിടേക്ക് കൂടും. മറന്നു നിർത്തില്ല. ഇപ്പൊ മതേതരം തെളിയിക്കാൻ വേണ്ടി BJP അവിടെ ഭരിക്കാൻ തുടങ്ങിയപ്പോ, അതായത് മുസൽമാന്മാര് ഹിന്ദു സഹോദരൻ പള്ളിയിലേക്ക് വരുമ്പോൾ സഹായിക്കുന്നതിന് കാരണം എന്തറിയോ? നമ്മൾ മതേതരത്വം തെളിയിക്കണം. BJP ഗവൺമെന്റ് കീഴിൽ പൊന്ന് കളിച്ചേട്ടാ രാവിലെ എണീക്ക് വേറെ പണിക്കുമ്പോൾ 2014 ശേഷമല്ലേ ഈ കാണുന്ന രീതിയിലേക്കായത്. ഇതിനു മുമ്പ് മുസൽമാനും ഹിന്ദുവും പരസ്പരം കൂടി ഇങ്ങോട്ട് സഹായിക്കലില്ലേ? നിങ്ങളെ പേടിച്ചിട്ടാ ഞങ്ങൾ ദാനധർമ്മം ചെയ്യുന്നതാ? നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്നാ? എന്താണ് കാളിച്ചേട്ടാ, നിങ്ങളിങ്ങനൊന്നും പറയല്ലേ. ആയിക്കോട്ടെ. കേരളത്തിൽ മതേതരം തെളിയിക്കേണ്ടത് ഭയങ്കര ഒരു എന്താ പറയാ ഇതായിട്ട് മാറിയിരിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളെയൊക്കെ സഹായിക്കുന്ന ഞങ്ങൾ കേരളത്തിൽ ഇങ്ങനെയാണെന്നും പറഞ്ഞ് വലിയ വർത്താനം പറയേണ്ടതല്ലേ? അത്
ആ മിനിച്ചേച്ചിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടെണ്ണം പറയും ഇതൊക്കെ. അപ്പോൾ ാക്കിക്കൊണ്ട് ഇപ്പം ആ പള്ളി കമ്മിറ്റി ചെല്ലുമ്പോൾ അവിടുന്ന് പൈസ കൊടുക്കും. ആ പൈസ കിട്ടിയ സ്ഥിതിക്ക് ഇവരെന്ത് ചെയ്യും? കുറെ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഇതിന് മറുപടി. ഞാൻ പറഞ്ഞ് ചിലപ്പോൾ ഏറിപ്പോവും. മനസ്സിലായ? നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്, നിങ്ങളൊരു കത്ത് തരുമ്പം നിങ്ങളുടെ ജാതിയും മതവും നോക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് മോഡി സർക്കാർ നമ്മളെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് മതേതരം തെളിയിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവിടുത്തെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് പറയേണ്ടത്. വർത്തമാനം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? നിങ്ങളവിടെ കുറ്റം പറയും. ഞാൻ നന്ദികേട് പറയുന്നത് ഉസ്താദെ, നിങ്ങളുടെ ആദ്യമായിട്ട് ഇവിടെ ഒരു പള്ളി കയറ്റിയത് ആരുടെ സ്ഥലത്ത് ഉസ്താദെ? ആര് ദാനം ചെയ്തത് ഉസ്താദെ? ചേരാമമ്പള്ളി. എവിടുന്നാണ് എനിക്കുള്ള ഇഷ്ടിയും കട്ടകളൊക്കെ വന്നത് ഉസ്താദെ? ഇതൊക്കെ ആര് കൊടുത്തതാ? സത്യം പറഞ്ഞാലേ ഞാൻ സ്തബ്ധനായി പോയി, ഉത്തരമില്ലാതെ പോയി. എടാ, ഇന്ത്യയിൽ ആദ്യത്തെ പള്ളിക്ക് സ്ഥലം കൊടുത്ത ആരാടാ? കട്ട കൊടുത്ത ആരാടാ? സിമെന്റ് കൊടുത്ത ആരാടാ? ആരാ? കാളിച്ചേട്ടാ. എൻ്റെ പൊന്ന് കാളിച്ചേട്ടാ, കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലെ കുറച്ച് ഉസ്താദന്മാരും ഇങ്ങനെ അത്യാവശ്യം നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഡയലോഗിൻ്റെ പ്രശ്നം എന്താ നേട്ടാൻ അറിയാവാ? അതായത് ഏതെങ്കിലും ഒരു ഹിന്ദു രാജാവാണ് ചേരമാൻ പള്ളിക്ക് സ്ഥലം കൊടുത്തത്, അവിടെ പള്ളി വെച്ച് കൊടുത്തത്, ഓട് കൊടുത്തത്, ഇഷ്ടി കൊടുത്തെങ്കിൽ അയാൾ ഈ ലോകത്ത് ഹിന്ദു വിഭാഗത്തോട് ഏറ്റവും അധികം ദുഷ്ടതരം കാണിച്ചൊരു മനുഷ്യനാണ്. എന്താ അറിയോ? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. എന്താണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ മുഖ്യ ആധാരം എന്നുള്ളത്? അവർണ്ണ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കൂടി ഹിന്ദു വിഭാഗത്തിൽ അവർ ഹിന്ദുക്കളാണെന്ന് അംഗീകരിക്കണം. ഹിന്ദുക്കളാണെന്ന് അംഗീകരിച്ചിട്ട് അവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം. ഇത് 1936 കഥയാണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിജി വൈക്കം മനയിലെ നമ്പൂതിരിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അകത്ത് വൈശ്യനായ ഗാന്ധിജിനെ അകത്തിയിട്ടില്ല, പുറത്തിരുത്തി പന്തലിട്ട് അവിടെ ഇരുത്തി. ഗാന്ധിജി ഫസ്റ്റിൽ ചോദിച്ചത്, പല്ലിയും പാറ്റയും പഴുതാരയൊക്കെ ഇഴഞ്ഞു പോവുകയും പട്ടികളൊക്കെ നടന്നു പോകുന്ന വഴിയിലൂടെ മനുഷ്യർക്ക് യഥേഷ്ടം നടന്നു പോകാൻ ക്ഷേത്രത്തിനകത്ത് തന്നെയല്ല, വഴി കൊണ്ട് നടന്നു പോകാൻ. അപ്പം വൈക്കത്തെ മനയിലെ നമ്പൂതിരി പറഞ്ഞത് അവർ നീചജന്മങ്ങളാണെന്നാണ്. ഈ നീചജന്മങ്ങളെന്ന് വിളിക്കുന്ന കൂടാനുകൂടി മനുഷ്യർക്ക് പകൽ വെളിച്ചത്തിൽ വെട്ടത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പറയ വിഭാഗം, 19-ാം നൂറ്റാണ്ട് കേരള ചരിത്രം എന്ന ഭാസ്കരനുടെ പുസ്തകം എടുത്ത് വായിക്കുക. പറയ വിഭാഗത്തിൽ അങ്ങനെയുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അവർക്കൊരു വീട് വെക്കാൻ പറ്റത്തില്ല. അവർ കഴിക്കുന്ന ഭക്ഷണത്തെപ്പോലും നികൃഷ്ടമായി പറയേണ്ടത് അരിക്കണ്ടി എന്നാണ്. അവർ ഉണ്ടാക്കുന്ന വീടിനെക്കുറിച്ച് പറയേണ്ടത് വീട് ഭവനം എന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചാണകക്കുണ്ട, വില്ലൻ ലോകൻ്റെ മലബാർ മാനുവലെടുത്ത് വായിക്കുക. ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നൊരു വിഭാഗം ഈ നാട്ടിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഹിന്ദു സഹോദരങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ, എവിടുന്നോ വന്ന മുസൽമാനും ക്രിസ്ത്യാനികൾക്കും നിങ്ങൾ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അപ്പം ആരാണ് ഹിന്ദുവിനെ ദ്രോഹിച്ചത്? അപ്പം ഹിന്ദു ഒന്നിനും കൊള്ളാത്താനോ? ഇവിടുത്തെ അവർണ്ണ വിഭാഗത്തിൽപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യർ, അവർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, നല്ല വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമില്ല, മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ല, യഥേഷ്ടം നല്ല ഭക്ഷണം കഴിക്കാനോ ആ ഭക്ഷണത്തിന് പേര് പറയാനോ സ്വാതന്ത്ര്യമില്ല. ഒരു വീട് വെച്ചാൽ ആ വീടിന് വീടെന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഔന്നത്യത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒരു പള്ളി മുസൽമാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും? അവർ കൊള്ളാമെന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ടാണ്. ഇനി നിങ്ങൾ പറ, ആ രാജാവ് ചെയ്ത് ശരിയാണോ? ഹിന്ദുവിന് വീട് വെച്ച് കൊടുക്കാത്ത, വഴിയിലൂടെ നടക്കാൻ സമ്മതിക്കാത്ത ഒരുത്തൻ ഇവിടുത്തെ മേത്തനും ക്രിസ്ത്യാനിക്കൊക്കെ വീട് വെച്ച് കൊടുക്കുകയും പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ കാരണം? ഉണ്ണിച്ചേട്ടൻ ഇനി ഈ പ്രസംഗം പറയരുത്. പറഞ്ഞാൽ ചരിത്രം ഞാൻ ഓരോന്നെടുത്ത് വായിക്കും.